നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. എന്റെ പേര് ജുനൈദ്. ഞാൻ നിങ്ങൾക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി എന്ന പേപ്പറാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു രത്ന ചുരുക്കമാണ് ഈ വീഡിയോ. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി എന്ന പേപ്പറിൽ നമ്മൾ ഏതൊക്കെ യൂണിറ്റ് പഠിക്കുന്നുണ്ട്, എത്ര യൂണിറ്റ് പഠിക്കുന്നുണ്ട്, ഏതൊക്കെ യൂണിറ്റിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ള ഒരു രത്ന ചുരുക്കമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ കമ്പയർ ടു അതർ സബ്ജക്ട്, നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ അടുത്ത കാലത്താണ്, ഒരു 100 വർഷങ്ങൾക്ക് മുന്നേയൊക്കെയാണ് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചത്. അതുവരെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു സബ് പാർട്ടായി നിന്നിരുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. എന്നാൽ പിന്നീട് വുഡ്രോ വിൽസന്റെ ഒക്കെ കടന്നുവരവോ ഒരുപാട് തിങ്കേഴ്സിന്റെ കോൺട്രിബ്യൂഷനൊക്കെ കാരണം നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്വന്തമായിട്ട് ഒരു ഡിസിപ്ലിൻ ആയിട്ട് രൂപപ്പെടുകയും ഇന്ന് കാണുന്ന ഈ നിലയിലോട്ട്, അതായത് മറ്റു സബ്ജക്റ്റുകളോട് ഇടപിടിക്കാൻ പറ്റുന്ന അത്ര അടിപൊളി സബ്ജക്ട് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആയിട്ട് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മാറിയിട്ടുണ്ട്. ഇപ്പൊ PGക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു പേപ്പറായി ചൂസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇപ്പൊ നിങ്ങൾ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിലൊരു ഓപ്ഷൻ പേപ്പർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഈ മാത്രമല്ല, നെറ്റൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇപ്പൊ JRF ഒക്കെ ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. എളുപ്പമാണെന്ന് മീൻസ് നിങ്ങൾ വർക്ക് ചെയ്യണ്ട എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. മറ്റു സബ്ജക്റ്റുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിയറീസും തിങ്കേഴ്സും കുറവാണ്. കാരണം ഒരുപാട് മാനേജ്മെന്റ് തിങ്കേഴ്സ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോ അബ്രഹാം മാസ്ലോ ആയാലും ഹെൻറി ഫയർഡ് ആണെങ്കിലും ഇവരുടെയൊക്കെ തിയറീസ് മാനേജ്മെന്റ് പേർപ്പേഴ്സിൽ പഠിക്കാറുണ്ട്. ഇത് മാത്രമല്ല, കമ്പയർ ടു പൊളിറ്റിക്കൽ സയൻസ് നമ്മുടെ തിയറീസ് ഒക്കെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. അതായത് മനസ്സിരുത്തി ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ തിയറീസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കാണുന്നതൊക്കെ തന്നെയാണ് നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അധികം കാട് കയറുന്നൊന്നുമില്ല. അപ്പോ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എത്ര യൂണിറ്റ്സ് ഉണ്ട്, ഏതൊക്കെയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി പേപ്പറിൽ 22 യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. യൂണിറ്റുകളുടെ എണ്ണം കണ്ട് പേടിക്കൊന്നും വേണ്ട, നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾ പഠിക്കുന്ന സമയം ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്ത് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതില് ഒരുപാട് തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട്, തിങ്കേഴ്സിനെ പരിചയപ്പെടുന്നുണ്ട്, അപ്രോച്ചസ് പഠിക്കുന്നുണ്ട്, പിന്നെ ഓർഗനൈസേഷൻ ബിഹേവിയർ പഠിക്കുന്നുണ്ട്. പിന്നെ അവസാന യൂണിറ്റുകളൊക്കെ ആകുമ്പോൾ ന്യൂ പെർസ്പെക്ടീവ്സ്, അതായത് ഈ LPG ലിബറലൈസേഷൻ ഒരു കാലഘട്ടത്തില് ഈ പെർസ്പെക്ടീവ് മാറാം. ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ന്യൂ പബ്ലിക് മാനേജ്മെന്റുകളൊക്കെ നമ്മൾ അവസാന യൂണിറ്റുകൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ PYQs എല്ലാ ക്ലാസ്സിലും, ഓരോ യൂണിറ്റ് ക്ലാസ്സിലും നമ്മൾ PYQs ഡിസ്കസ് ചെയ്ത് കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മൾ പോവുക. അപ്പോ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബേസ് ആയിട്ടുള്ള മീനിങ്, നേച്ചർ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ മീനിങ്, നേച്ചർ, സ്കോപ്പ്, ഇമ്പോർട്ടൻസ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ സ്കോപ്പുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റ് കൃത്യമായിട്ട് പഠിക്കും. പിന്നെ അത് കൂടാതെ തന്നെ പബ്ലിക് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചു പോകും. അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു മൊത്തം സെമസ്റ്ററിന്റെ ഈ ബേസ് ആയിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫസ്റ്റ് യൂണിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നേരത്തെ സംസാരിച്ച പോലെ ഈ LPG കാലഘട്ടത്തില്, ഗ്ലോബലൈസേഷന്റെ കാലഘട്ടത്തില് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റോൾ എന്താണെന്നൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് മൊത്തത്തിന്റെ ഒരു ബേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് ടൈപ്പോളജീസ് ഓഫ് ഓർഗനൈസേഷൻ. ഓഫ്കോഴ്സ് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നമ്മളെല്ലാത്തിനും ഓർഗനൈസേഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഇപ്പൊ ഗവൺമെന്റ് പോലും സ്റ്റേറ്റിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പോ ഈ ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, മീനിങ്, പ്രിൻസിപ്പിൾസ്, ഫോമൽ ആൻഡ് ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്തൊക്കെയാണ്, ടൈപ്പോളജീസ്, ഇതൊക്കെ അതായത് നമ്മുടെ ഈ ഓർഗനൈസേഷന്റെ ബേസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കുന്നു. അപ്പോ ഈ സെക്കൻഡ് യൂണിറ്റ് ഒക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ പഠിച്ച് അങ്ങനെ ഒരു ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല. അത് പിന്നീട് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇനി മുന്നോട്ട് പോകുന്ന യൂണിറ്റ്സിനൊക്കെ. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് 2 യൂണിറ്റ് വളരെ ബേസ് ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ തറ ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്ന പോലെ, അപ്പൊ ഈ ഫൗണ്ടേഷൻ പക്കയായാൽ നമുക്ക് പിന്നെ മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറീസ് ആണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് തിയറീസ് എങ്ങനെയൊക്കെയാണ് വളർന്നു വന്നത്, അതിന്റെ സ്വീകാര്യതകൾ എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് ബാക്കിയുള്ളതിനെ സ്വാധീനിച്ചത്, ഇതൊക്കെ നമ്മൾ തേർഡ് യൂണിറ്റിൽ പഠിക്കും.
നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി. അതായത് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തിയറിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എവല്യൂഷൻ എന്തൊക്കെയാണ്, അപ്പൊ ഈ മൊത്തം കാര്യങ്ങൾ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയുടെ A to Z കാര്യങ്ങൾ നമ്മൾ തേർഡ് യൂണിറ്റിലാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, ഈ തേർഡ് യൂണിറ്റ് അത്ര വലിയ ചാപ്റ്റർ ഒന്നും നമുക്ക് സുഖമായിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ കവർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഈ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് 2 ചാപ്റ്റർ നോക്കുമ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് എളുപ്പമായിട്ട് എടുത്തു തീരാൻ പറ്റും. പിന്നെ സയന്റിഫിക് മാനേജ്മെന്റ് ഓഫ് കോഴ്സ്, അതായത് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, ഈ അഡ്മിനിസ്ട്രേഷൻ ബന്ധപ്പെട്ട എല്ലാത്തിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ് സയന്റിഫിക് മാനേജ്മെന്റ്. FW ടൈലർ, ഈ ടൈലറിസം എന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി, ക്ലാസിക്കൽ തിയറിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ തിയറി സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതില് നമ്മൾ ഫോർത്ത് യൂണിറ്റിലാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി പഠിക്കുന്നത്. ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെയാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി പഠിക്കുന്നത്. അത് ഇമ്പോർട്ടൻസും റെലവൻസും ഒക്കെ നമ്മൾ ഈ ഫോർത്ത് യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ അവസാനത്തിലെ ക്രിട്ടിക്സ്, ഓഫ് കോഴ്സ് ഒന്നും എന്താ പറയുക വിമർശനങ്ങൾക്ക് അതീതമല്ല. ഇതിൻ്റെതായ പോരായ്മകളുണ്ട്. എന്തൊക്കെയാണ് പോരായ്മകൾ എന്നുള്ളതൊക്കെ നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടെ നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റ് A to Z കാര്യങ്ങൾ നമ്മൾ ഫോർത്ത് യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഫോർത്ത് യൂണിറ്റും എന്താ പറയാ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബേസ് ആണ്. കാരണം ഈ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇനി വരുന്ന എല്ലാ തിയറീസും ഒരു പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ഈ തിയറി ഇങ്ങനെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയിൽ ഒരു ബേസ് ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ച്. പിന്നെ ഫിഫ്ത് യൂണിറ്റ് പറയുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിയാണ്. അതായത് ഈ ഫയോളിന്റെ, ഗുള്ളിക്കിന്റെ, ഉള്ളിക്കിന്റെ ഇവരുടെയൊക്കെ തിയറീസും അപ്രോച്ചസും ആണ് നമ്മൾ ഫിഫ്ത് യൂണിറ്റിൽ പഠിക്കുന്നത്. അതായത് ഈ ജനറൽ പ്രിൻസിപ്പിൾസ്, അതായത് ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ബേസ് ഓർഗനൈസേഷൻ അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ച് നോക്കുമ്പോൾ, പിന്നെ എന്തൊക്കെയാണ് ക്രിട്ടിക്സ്, ഈ റെലവൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഈ ഫിഫ്ത് യൂണിറ്റിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇത് എളുപ്പമുള്ള പേപ്പർ ആണെന്ന് ചോദിച്ചാൽ ഒരു രണ്ടിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പേപ്പറാണ്. ബേസ് ആണ്, നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു പക്ഷേ എന്താ പറയാ ബേസ് പേപ്പർ ആയിട്ട് നമുക്ക് കരുതാൻ പറ്റും. അതായത് ഇതിലൊക്കെ കൃത്യമായിട്ട് നോളജ് അല്ലെങ്കിൽ നമ്മൾ പക്ക തറ സെറ്റ് ചെയ്യാണ്, ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ യൂണിറ്റുകൾ വളരെ ബേസ് ആണ്. ഞാൻ ഒന്നുകൂടി ഇതാക്കാണ്, ഇത്രയും പറഞ്ഞ യൂണിറ്റുകൾ വളരെ ബേസ് ആണ്. നമുക്കൊന്ന് ഇരിക്കുക, അതായത് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മൾ കാണുന്ന, നമ്മൾ ഈ അനുഭവിച്ചറിയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും ഇപ്പൊ ഈ ബേസ്, ഹൈറാർക്കി എന്താണ്, യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണ്, ഇതൊക്കെ പേര് കേൾക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് മനസ്സിലായില്ല എങ്കിലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇതായിരുന്നല്ലേ ഇത്, ഇതായിരുന്നല്ലേ ഇത് എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഫിഫ്ത് യൂണിറ്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് അപ്രോച്ച് ആണ്. പിന്നെ മാത്സ് വെബർ, ഓഫ് കോഴ്സ് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയ തിങ്കറാണ് മാത്സ് വെബർ എന്ന് പറയുന്നത്. ഈ ബ്യൂറോക്രസിക്കൊക്കെ കൃത്യമായിട്ടൊരു തിയറി, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇത് പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയാണ്, ഈ എംപ്ലോയീസിനെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് സയന്റിഫിക്കലി പറഞ്ഞിട്ടുള്ള ഒരു തിങ്കറാണ് മാത്സ് വെബർ എന്ന് പറയുന്നത്. ഈ നെറ്റ് പേപ്പർ, UGC നെറ്റിനൊക്കെ എന്നും ചോദിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു തിങ്കർ മാത്സ് വെബർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ PYQs ഒക്കെ നോക്കിയ സമയത്ത് മാത്സ് വെബറിന്റെ തിയറീസ്, ഈ വെബറിന്റെ അതോറിറ്റി തിയറി ഒക്കെ ഉണ്ട്. അതായത് അദ്ദേഹം മൂന്നായിട്ട് തരംതിരിക്കുന്നൊക്കെ ഉണ്ട്, ഈ കരിസ്മാറ്റിക് പോലെയുള്ള, അങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് യൂണിറ്റ് 6 പരിചയപ്പെടാൻ പറ്റും. അതായത് ബ്യൂറോക്രസിയെ A to Z കാര്യങ്ങൾ മാത്സ് വെബർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് 6 A to Z കാര്യങ്ങൾ മാത്സ് വെബറിന്റെ ക്രിട്ടിക്സും ഈ ബ്യൂറോക്രസിയുടെ എലമെന്റ്സും അതോറിറ്റിയും ഈ തിയറീസും എല്ലാം നമ്മൾ ഈ യൂണിറ്റ് 6 നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാത്സ് വെബറിന്റെ. ഓക്കെ, മാത്സ് വെബർ പറഞ്ഞ ബ്യൂറോക്രസിയുടെ ഒരു വാക്കെടുക്കുന്നത് മാത്സ് വെബറാണ്. കാരണം ബ്യൂറോക്രസിയെ പറ്റി A to Z കാര്യങ്ങൾ മാത്സ് വെബർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ മാത്സ് വെബറിന്റെ ഈ മൊത്തം കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് 6 പഠിക്കുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 7 ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ടല്ലേ, അതായത് നമുക്ക് 22 യൂണിറ്റ്സ് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ ഓടിച്ചു പോകുന്നത് കേട്ടോ. അപ്പൊ യൂണിറ്റ് 7 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്യൂറോക്രസി, മാത്സ് വെബറിന്റെ ബ്യൂറോക്രസി തിയറിയുടെ ക്രിട്ടിക്സ് ആണ്. അതായത് ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും വിമർശനങ്ങൾക്ക് അതീതമല്ല. അപ്പോ ഈ ബ്യൂറോക്രസിക്ക് ഒരുപാട്, തിയറി ഓഫ് ബ്യൂറോക്രസിക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ അതിനെ ക്രിട്ടിക് ചെയ്യുന്ന ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ ഈ തിയറീസും കാര്യങ്ങളൊക്കെയാണ് വെബേറിയൻ പാരഡിം, മാക്സിൻ പാരഡിം, ലെനിൻ, സ്റ്റാലിൻ, ഇവർക്ക് എന്താണ് ഈ ബ്യൂറോക്രസിയെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള എന്താണ്, ഈ ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ പ്രശ്നം ഉണ്ടാവുള്ളൂ, ഇത് വെറും എന്താ പറയുക മെക്കാനിസ്റ്റിക് ആയ തിയറിയാണ് എന്നൊക്കെ കുറച്ച് ക്രിട്ടിക്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ഇതിൽ പഠിക്കുന്നുണ്ട്. ഈ 2 ചാപ്റ്റേഴ്സ് നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അതായത് ഏകദേശം ഒരേ ഗണത്തിൽ വരുന്ന ഒന്നിന് ക്രിട്ടിക്കായിട്ട് നമുക്ക് യൂണിറ്റ് 7
എന്താ പറയാ പഠിക്കാൻ പറ്റും. പക്ഷെ ക്രിട്ടിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേറൊരു യൂണിറ്റ് ആക്കിയിട്ട് ഈ ക്രിട്ടിക്സ് ഓഫ് ബ്യൂറോക്രസി പഠിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും പറഞ്ഞ സംഭവങ്ങൾ ഒരു ക്ലാസിക്കൽ അപ്രോച്ച് ആയിട്ട് നമുക്ക് കരുതാൻ പറ്റും. പിന്നെ കുറച്ചുകൂടി കാലങ്ങൾക്ക് ശേഷം 1930 ശേഷം നമ്മുടെ ഈ അപ്രോച്ചസ് ഒക്കെ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ആയി. അതായത് ഭയങ്കര സോഷ്യോ സൈക്കോളജിക്കൽ ബേസ് ഉള്ള മനുഷ്യന്മാരുടെ സ്വഭാവവും മനുഷ്യന്മാരുടെ രീതിക്കും അനുസരിച്ച് പഠനങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പോ എൽട്ടൺ മയോ ഹാക്രോസ് തിയറി ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ചാപ്റ്റേഴ്സ് മുതൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സും കാര്യങ്ങളും ഈ ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ യൂണിറ്റ് 8 പഠിക്കുന്നത്. ക്ലാസിക്കൽ അപ്രോച്ചിന് ശേഷം ഈ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതെന്ന് പറയുന്നുണ്ട് ഈ ഹ്യൂമൻ റിലേഷൻ വേഴ്സസ് ക്ലാസിക്കൽ അപ്രോച്ച്, അതിന്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ്, സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, ഇത് എങ്ങനെയൊക്കെയാണ് എംപ്ലോയീസിന്റെ ഇടയിൽ ബാധിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ യൂണിറ്റ് 8 ഉള്ളത് നോക്കുകയാണ്. ഓക്കെ, അപ്പൊ യൂണിറ്റ് 8 നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഇതാണ്. കാരണം എക്സാംസിന് കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഈ ഹ്യൂമൻ റിലേഷൻ വേഴ്സസ് ക്ലാസിക്കൽ അപ്രോച്ചസ് ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മൊത്തം അതായത് ക്ലാസിക്കൽ അപ്രോച്ചസിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിക്കും, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിക്കും. അപ്പൊ ഒരു കമ്പാരിസൺ നമ്മൾ ഈ ചാപ്റ്ററിൽ നടക്കുന്നത്. അപ്പൊ യൂണിറ്റ് 8 നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ യൂണിറ്റ് 8 നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ യൂണിറ്റ് 8 എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് നേരത്തെ ഒന്ന് ബേസ് പറഞ്ഞ പോലെ യൂണിറ്റ് 8 എന്നുള്ളത് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ മാക്സ് വെബറിനെ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയ തിങ്കറാണ് ഹെർബർട്ട് സൈമൺ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡിസിഷൻ മേക്കിംഗ് തിയറി ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. അത് ബൗണ്ടറി റേഷനാലിറ്റി എന്താണ്, ഇതൊക്കെ അതായത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവില്ല എങ്കിലും ഇത് വായിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുമ്പോൾ ഓ ഇത് ഇതായിരുന്നല്ലേ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ബൗണ്ടറി റേഷനാലിറ്റി ഒക്കെ നമ്മുടെ ഈ ഡിസ്റ്റൻസ് നമുക്ക് കൃത്യമായിട്ട് ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈ ആവുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഏകദേശം ഒരു വട്ടത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും. അതായത് എല്ലാത്തിന്റെ ഒരു മിശ്രിതമായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെയാണ് ഈ ഹെർബർട്ട് സൈമന്റെ ഡിസിഷൻ മേക്കിംഗ് തിയറി പഠിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ക്ലാസിക്കൽ തിയറിയായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ്സ് എന്തൊക്കെയാണ് പഠിക്കുന്നുണ്ട്. പിന്നെ ഡിസിഷൻ മേക്കിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഹൈറാർക്കി ഓഫ് ഡിസിഷൻസ്, റേഷണൽ ഡിസിഷൻ മേക്കിംഗ്, ബൗണ്ടറി റേഷനാലിറ്റി, പിന്നെ ഈ സൈമൺസിന്റെ എഫിഷ്യൻസി തിയറി, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഇത് അത്യാവശ്യം എന്താ പറയാ ചാപ്റ്റർ വലുതാണെങ്കിലും നമുക്ക് എടുക്കാനും മനസ്സിലാക്കാനും എളുപ്പമുള്ള ചാപ്റ്റർ ആയിട്ടാണ്. അതായത് ഹെർബർട്ട് സൈമൺ കൂടുതലും നമ്മുടെ പേഴ്സ്പെക്റ്റീവ് അതായത് മനുഷ്യന്മാരുടെ പേഴ്സ്പെക്റ്റീവിലാണ് അദ്ദേഹം ചിന്തിക്കുന്നതും ഈ തിയറീസ് അവതരിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ഒരു തീരുമാനം മികച്ച തീരുമാനം നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഏതെങ്കിലും ഒരു പോരായ്മ ആ തീരുമാനത്തിൽ ഉണ്ടാകും. ഇത് തന്നെയാണ് ഹെർബർട്ട് സൈമന്റെ ഡിസിഷൻ മേക്കിംഗ് പല സ്ഥലത്തായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂണിറ്റ് 9 നമുക്ക് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് കാണും കുറച്ച് വലിയ ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് എടുത്തു വരുമ്പോൾ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. പിന്നെ യൂണിറ്റ് 10 അതായത് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പ്രോസസ്, ഫങ്ഷൻസ്. നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ എന്താ പറയാ മറ്റേതിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ബേസ് ആണ് ഒരു ഓർഗനൈസേഷന്റെ ബേസ് ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്താണ് ഓർഗനൈസേഷൻ, ഇതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ടൈപ്സ് എന്തൊക്കെയാണ്, ഗോൾസ്, കാര്യങ്ങൾ, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ള ബേസ് കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് 10 മുതൽ പഠിക്കും. ഇതിനുശേഷം നമ്മൾ ഒരുപാട് ഓർഗനൈസേഷനുകൾ കുറച്ചും കൂടി നന്നായിട്ട് ഡീപ്പായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഓർഗനൈസേഷന്റെ ബേസ് ആയിട്ട് നമുക്ക് യൂണിറ്റ് 10 എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് പോലെ തന്നെ സോഷ്യോ സൈക്കോളജിക്കൽ അപ്രോച്ച്, അതായത് ക്രിസിന്റെ ഒക്കെ ഇനി ഒരുപാട് തിങ്കേഴ്സ് വരുന്നുണ്ട്. അതായത് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള തിങ്കേഴ്സ് ആണ്. അപ്പോൾ ഈ ഇവരുടെ എന്താ പറയാ സൈക്കോളജിക്കൽ പേഴ്സ്പെക്ടീവിലുള്ള തിയറീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹ്യൂമൻ പേഴ്സണാലിറ്റി, ഇങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ. അതായത് നമ്മൾ ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു മെഷീൻ ചിന്തിക്കുന്നവരായിരിക്കും. മെഷീൻ ഓർഡർ കൊടുത്താൽ അത് ചെയ്യും. പക്ഷെ മനുഷ്യന്മാർ അങ്ങനെയല്ല. മനുഷ്യന്മാരെ ബാധിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോ സാലറി കിട്ടാത്തൊരു ഓർഗനൈസേഷനിൽ പിന്നെ പണി കിട്ടുമ്പോൾ ഓഫ്കോഴ്സ് എംപ്ലോയീസിന് മടുപ്പ് വരും. ഓക്കെ, അപ്പൊ സാലറി ഒരു ഫാക്ടറാണ് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ എന്തൊക്കെ ഫാക്ടേഴ്സ് മനുഷ്യന്മാരെ ബാധിക്കുന്നുണ്ട്, മനുഷ്യന്മാർ ഇൻ ദ സെൻസ് എംപ്ലോയീസിനെ ബാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഇദ്ദേഹത്തിന്റെ അപ്രോച്ചസ് പറയുന്നത്, സോഷ്യോ സൈക്കോളജിക്കൽ അപ്രോച്ചസ്. ഇതിന്റെ ക്രിട്ടിക്സ് പറയുന്നുണ്ട്, അതായത് ഫോർമൽ ഓർഗനൈസേഷന് ക്രിട്ടിക്സ് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ യൂണിറ്റ് 11 പഠിക്കുന്നുണ്ട്. ഇനിയുള്ള 2-3 യൂണിറ്റുകൾ സോഷ്യോ സൈക്കോളജിക്കൽ അപ്രോച്ചസ് തന്നെയായിരിക്കും. അതായത് ബാക്കി ഇനി ഒരുപാട് തിങ്കേഴ്സ് വരുന്നതാണ്. ഹിയർസ്ബർഗ്, അബ്രഹാം മാസ്ലോ. ഈ അബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് എനിക്ക് തോന്നുന്നു MSW പോലും ഈ ഹൈറാർക്കി ഓഫ് നീഡ്സ്, മനുഷ്യന്റെ ആവശ്യങ്ങൾ നമ്മുടെ ഒരു പിരമിഡ് ഷേപ്പിൽ എന്തൊക്കെയാണ് മനുഷ്യന്റെ ബേസ് ആവശ്യം. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓക്സിജൻ കാര്യങ്ങൾ നമ്മുടെ ബേസ് ആണ്. ഓക്സിജൻ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് വരും, ഇത് കഴിഞ്ഞാൽ നമുക്ക് ഷെൽട്ടർ വരും. അപ്പോൾ നമ്മുടെ ഈ ആവശ്യങ്ങളും നമ്മുടെ ഈ കാര്യങ്ങളും
കൃത്യമായൊരു പിരമിഡ് ഷേപ്പിൽ ഓർഡർ ആക്കി വെച്ചിട്ടുള്ളതാണ് ഈ ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി പറയുന്നത്. അബ്രഹാം മാസ്ലോയുടെ ഇത് വളരെ എളുപ്പമാണ്. എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഫ്രെഡറിക് ഹെഴ്സ്ബർഗിന്റെയും അബ്രഹാം മാസ്ലോയുടെയും തിയറീസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അതിന്റെ അപ്പുറം നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ്. അതായത് ഇപ്പൊ ഈ ഹ്യൂമൻ റിലേഷൻ എൽട്ടൺ മായോടെ ഹാത്രോൺസ് തിയറി ഒക്കെ കൃത്യമായിട്ട് വർഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതേസമയം അബ്രഹാം മാസ്ലോയുടെ ഫ്രെഡറിക് ഹെഴ്സ്ബർഗിന്റെ ഒക്കെ ആകുമ്പോൾ മനസ്സിലാവും. അത് ഹേഴ്സ്ബർഗിന്റെ തിയറി എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഹൈജീൻ തിയറിയാണ്. അതായത് ഇപ്പൊ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ചില കാര്യങ്ങൾ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആയിരിക്കും, ചില കാര്യങ്ങൾ ഹൈജീൻ ഫാക്ടേഴ്സ് ആയിരിക്കും. ഈ സാലറി ഒക്കെ പറയുന്നത് അതൊക്കെ ഓരോ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ സാലറി എന്ന ഫാക്ടർ ഏത് ഇതിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഇതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു കമ്പാരിസൺ ഹേഴ്സ്ബർഗിന്റെയും അബ്രഹാം മാസ്ലോ മോഡൽസിന്റെയും ഒരു കമ്പാരിസൺ 12 നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറയുന്നത് സോഷ്യോ സൈക്കോളജിക്കൽ അപ്രോച്ചസ് ആണ്. ഇതൊക്കെ എളുപ്പമാണ്, നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ മാഗ്രിഗറിന്റെയും വിക്ടർ വോങ്ങിന്റെയും തിയറീസ്, തിയറി ഓഫ് മോട്ടിവേഷനും എക്സ്പെക്ടൻസി തിയറിയും. അതായത് തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് തിയറി ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. അതായത് ഒരുപക്ഷെ നമുക്ക് ഈ എക്സിനും വൈയിലും, അതായത് രണ്ട് ടേം, എക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, വൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ഒരു മനുഷ്യനെ രൂപമായിട്ട് എടുത്താൽ മതി. അപ്പോ രണ്ട് ഓർഗനൈസേഷനിലുള്ള രണ്ട് വിഭാഗം ആൾക്കാരെയാണ് തിയറി ഓഫ് എക്സും തിയറി ഓഫ് വൈയും ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. തിയറി ഓഫ് എക്സ് ഇങ്ങനെയാണ് എക്സ്. അപ്പോ ഈ എക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് പണി നിർത്താൻ വയ്യ, എനിക്ക് മടിയാണ്, ഇങ്ങോട്ട് തരണ്ടേ, ഞാൻ ചെയ്യില്ലേ എന്ന് പറയുന്ന ഒരു മടിയന്മാരിയായിട്ട് നമുക്കാണ് തിയറി ഓഫ് എക്സിലെ നമുക്ക് രത്നച്ചുരുക്കായിട്ട് പറഞ്ഞത്. ഈ തിയറി ഓഫ് എക്സിൽ എല്ലാവരും മടിയന്മാരി ആണ് എന്നല്ല ഞാൻ പറയുന്നത്. അതായത് ജോലി ചെയ്യാൻ മടി കാണിക്കുന്ന, അതായത് ചില ഫാക്ടേഴ്സ് കാരണം, വെറുതെ മടി കാണിക്കുന്നല്ല, ചില ഫാക്ടേഴ്സ് കാരണം ഇതിന് പിന്നോട്ട് നിൽക്കുന്ന കാറ്റഗറി തിയറി ഓഫ് എക്സ് ആയിരുന്നു. വൈ എന്ന് പറയുമ്പോൾ തന്നോളൂ, ഞാൻ ചെയ്തോളാം അങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ തിയറി ഓഫ് വൈയിലുമാണ് മാഗ്രിഗർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എക്സ്പെക്ടൻസി തിയറി എന്തായാലും നമുക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. നമ്മുടെ ഓർഗനൈസേഷനിൽ ഇത്ര സാലറി കിട്ടണം, അല്ലെങ്കിൽ ഇത്ര പ്രൊമോഷൻ കിട്ടണം, ഇതൊക്കെ നമുക്ക് എക്സ്പെക്ടൻസീസ് ഉണ്ടാവും. അപ്പൊ ഈ എക്സ്പെക്ടൻസി തിയറിയാണ്, ഇന്നത്തെ എക്സ്പെക്ടേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് എക്സ്പെക്ടൻസി തിയറി എന്ന് പറയുന്നത്, വിക്ടർ വൂമിന്റെ. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ ഈ 3 ചാപ്റ്റേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് നോട്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോ സോഷ്യൽ സൈക്കോളജിക്കൽ അപ്രോച്ചില് ഇത് ഇവരുടെ തിയറി, അബ്രഹാം മാസ്ലോയുടെ, വിക്ടർ വൂമിന്റെ ഇതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന്, അതായത് ഈ 3 ചാപ്റ്റേഴ്സ് ഒരുമിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ഈ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് പോലെ തന്നെയാണ് സോഷ്യോ സൈക്കോളജിക്കൽ അപ്രോച്ച് വരുന്നത്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ ഈ ഇത്രയും തിയറീസ് നമ്മൾ പഠിച്ചു, ക്ലാസിക്കൽ തിയറീസും ഹ്യൂമൻ റിലേഷൻ സൈക്കോളജിക്കൽ തിയറീസ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ക്ലോസ്ഡ് ആയിട്ടുള്ള തിയറീസ്, ഏതൊക്കെയാണ് ഓപ്പൺ സിസ്റ്റം ആയിട്ടുള്ള അപ്രോച്ചസ് എന്നൊക്കെയാണ് നമ്മൾ ഇതിന് മൊത്തം, അതായത് ഇത്രയും പഠിച്ച തിയറീസിന്റെ ഒരു കമ്പാരിസൺ ആണ്. ഈ ഓപ്പൺ സിസ്റ്റത്തിൽ ഏതൊക്കെ വരുന്നുണ്ട്, ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഏതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതിന് കമ്പാരിസൺ ആണ് ഇത്രയും ഈ ഒരു ചാപ്റ്റർ യൂണിറ്റ് 14 പഠിക്കുന്നത്. മുകളിൽ വന്ന ഇത്രയും ചാപ്റ്റേഴ്സിന്റെ ഒരു കമ്പാരിസൺ ആണ്. അതായത് പ്രിസ്മാറ്റിക് സൊസൈറ്റി ഏത് അപ്രോച്ചിൽ വരും, ഇപ്പൊ ഈ ഹാർട്രോൺസ് തിയറി ഏത് സിസ്റ്റം ആണ്, ക്ലോസ്ഡ് സിസ്റ്റം ആണോ ഓപ്പൺ സിസ്റ്റം ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇത്രയും പഠിച്ച തിയറീസ് നമ്മൾ ഈ എക്സ്പെക്ടൻസി തിയറി ഓഫ് എക്സ് ആൻഡ് വൈ ഫ്രെഡറിക് ഹെഴ്സ്ബർഗിന്റെ ഒക്കെ നമ്മൾ പഠിച്ച ഈ തിയറീസ് ഒക്കെ ഏത് സിസ്റ്റത്തിലാണ് വരുന്നത്, എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം, എന്താണ് ഓപ്പൺ സിസ്റ്റം, ഇത് വളരെ ചെറിയ ചാപ്റ്ററാണ്. ഈ സെമസ്റ്ററിലെ ഏറ്റവും ചെറിയ ചാപ്റ്റർ ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ്, ഈ ക്ലോസ് സിസ്റ്റം എന്താണ്, ഓപ്പൺ സിസ്റ്റം എന്താണ്, ഓപ്പൺ സിസ്റ്റത്തിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, ഐ മീൻ ഏതൊക്കെ തിയറീസ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. അതായത് കമ്പാരിറ്റീവ് ബാക്കി ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ ഈ ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ സിസ്റ്റം അപ്രോച്ച്, ഡേവിഡ് ഈസ്റ്റിനെ കുറിച്ചും സിസ്റ്റം അപ്രോച്ചിനെ കുറിച്ചും കേൾക്കാത്ത PG സ്റ്റുഡൻസ് ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം എല്ലാ സബ്ജക്റ്റിലും ഡേവിഡ് ഈസ്റ്റിന്റെ സിസ്റ്റം അപ്രോച്ച് വരും. പബ്ലിക് പോളിസി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഡേവിഡ് ഈസ്റ്റിന്റെ സിസ്റ്റം അപ്രോച്ച് നമ്മൾ പലയിടങ്ങളിലായിട്ട് വായിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഡേവിഡ് ഈസ്റ്റിന്റെ സിസ്റ്റം അപ്രോച്ച് എന്താണെന്ന് കൃത്യമായിട്ട് ഉദാഹരണ സഹിതം നമുക്ക് പഠിക്കാൻ പറ്റും. ഈ സിസ്റ്റം അപ്രോച്ച് ഈ യൂണിറ്റ് 15 നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഡേവിഡ് ഈസ്റ്റിന്റെയും ചെസ്റ്റർ ബെർണാർഡിന്റെ തിയറീസ് ആണ്. ഈ ചെസ്റ്റർ ബെർണാർഡ് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു മാക്സ് വെബർ കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഈ ഓർഗനൈസേഷൻ ഭാഗത്ത് കൂടുതൽ ചോദ്യങ്ങൾ, നെറ്റ് എക്സാമിന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് ചെസ്റ്റർ ബെർണാർഡിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസും വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ യൂണിറ്റ് 15 പഠിക്കുന്നത്. ചെസ്റ്റർ ബെർണാർഡിന്റെയും ഡേവിഡ് ഈസ്റ്റിന്റെയും തിയറീസ് മാത്രമേ നമ്മൾ യൂണിറ്റ് 15 പഠിക്കുന്നുള്ളൂ. ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് ഇതൊക്കെ, ഡേവിഡ് ഈസ്റ്റിന്റെയും ചെസ്റ്റർ ബെർണാർഡിന്റെയും വ്യൂസും കാര്യങ്ങളൊക്കെ.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഓർഗനൈസേഷന്റെ ബേസ് പഠിച്ചപ്പോൾ ഈ ട്രെൻഡ്സ് മാറുന്നുണ്ട്. അതായത് കാലങ്ങൾ വീഴുന്തോറും ഈ ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ വിപുലീകരിക്കണം, ആവശ്യങ്ങൾ മാറാണ്, എംപ്ലോയീസിന്റെ സ്വഭാവം മാറാണ്. അപ്പൊ ഇതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് യൂണിറ്റ് 16 എന്ന് പറയുന്നത്. അതായത് ഈ ഓർഗനൈസേഷൻ പഠിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുന്നതിന്റെ ആവശ്യകത എന്താണ്, ഈ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കുറച്ചും കൂടി മനസ്സിലെത്തി കൺഫ്യൂഷൻസ് വരാതെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഈ ലേണിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് യൂണിറ്റ് 16ലാണ് നമുക്ക് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ബേസ് പറഞ്ഞ 10ന്റെ തുടർച്ചയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇനിയിപ്പോ നമ്മൾ അടുത്ത ചാപ്റ്റർ നമ്മൾ ഓർഗനൈസേഷൻ കൾച്ചർ പറയുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തുടർച്ചയായിട്ട്, അതായത് ഒരു ഓർഗനൈസേഷന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പഠിക്കുന്നതിന്റെ കാര്യങ്ങൾ എന്താണ്, ബിഹേവിയർ എന്താണ്, എന്നുള്ള കാര്യങ്ങൾ, ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ യൂണിറ്റ് 16ലാണ് പഠിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളൂ, യൂണിറ്റ് 17 ഓർഗനൈസേഷൻ കൾച്ചർ, ഇത് രണ്ടും ഒരുമിച്ച് വായിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഏതൊക്കെ കൾച്ചർ ഉണ്ട്, 4 കൾച്ചർ ഏതൊക്കെയാണ്, 4 കൾച്ചർ ഉണ്ട്, ആ 4 കൾച്ചർ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ന്യൂ ഓർഗനൈസേഷൻ കൾച്ചർ എന്തൊക്കെയാണ്, ഈ കൾച്ചർ എങ്ങനെയാണ് ഈ ഓർഗനൈസേഷനെ ബാധിക്കുന്നത്, എന്താണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് 17 പഠിക്കും. ഈ 16 17 വേണമെങ്കിൽ നമുക്ക് ഒരു ചാപ്റ്റർ ആയിട്ട് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റും. പക്ഷേ ഈ ഓർഗനൈസേഷൻ കൾച്ചർ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് യൂണിറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. ഇതും എന്താ പറയാ, ഈ ഓർഗനൈസേഷൻ കൾച്ചർ എന്താണെന്ന് നമ്മൾ എടുക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഉദാഹരണ സഹിതം പറയുമ്പോൾ നമുക്ക് ഒരു ഇതായിരുന്നല്ലേ, ഇങ്ങനെയാണല്ലേ, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി മനസ്സിലാവാൻ എളുപ്പമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കാണ്. അപ്പോൾ ഇതും എന്താ പറയാ, ഈ യൂണിറ്റ് 17 എന്നുള്ളത് ചെറിയ ചാപ്റ്റർ ആണ്, കാരണം മറ്റേ 16 തുടർച്ചയായിട്ട് വെക്കുന്ന ചാപ്റ്റർ ആണ്. പക്ഷെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് ഓർഗനൈസേഷൻ കൾച്ചർ ഒരു പ്രത്യേക യൂണിറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അവസാനത്തെ യൂണിറ്റ് ന്യൂ പെർസ്പെക്ടീവ്സ് ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ന്യൂ പബ്ലിക് മാനേജ്മെന്റ്, ഇത് 2 ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കാനുണ്ട്. അതായത് എമർജൻസി ഗ്രൂപ്പുകൾ എന്തൊക്കെയാണ്, ഈ ഫിലാഡൽഫിയ കോൺഫറൻസ്, നമുക്കറിയാം മിലോബോ കോൺഫറൻസ് 4ലാണ് നടന്നിട്ടുള്ളത്, അവസാനം നടന്നത് 2008ലാണ്. അപ്പൊ 2028 20 വർഷങ്ങൾ ഗ്യാപ്പിലാണ് ഒരു ഫിലാഡൽഫിയ അല്ലെങ്കിൽ മിലോബ്രോ കോൺഫറൻസ് നടക്കാറ്. അപ്പൊ അടുത്ത 2028 നടക്കും. ഓക്കെ, അപ്പൊ ഈ ഫിലാഡൽഫിയ കോൺഫറൻസ് എനിക്ക് തോന്നുന്നു ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ മോഡേൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഗതി തന്നെ മാറ്റിമറിച്ച ഒരു കോൺഫറൻസ് ആയിട്ടാണ് മൊത്തത്തിൽ എന്താ പറയാ പരാമർശിക്കപ്പെടുന്നത്. കാരണം ഫിലാഡൽഫിയ കോൺഫറൻസിലോ ഫസ്റ്റ് മിനോബ്രോക്കിലെ സംസാരിച്ച കാര്യങ്ങളായിരിക്കും സെക്കൻഡ് മിനോബ്രോക്കിൽ സംസാരിക്കുന്നത്. അപ്പൊ ഈ മിനോബ്രോ കോൺഫറൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ. അപ്പൊ ഈ മിനോബ്രോ കോൺഫറൻസും എന്തൊക്കെയാണ്, ആരൊക്കെയാണ് പങ്കെടുത്തതെന്നും ഇതിന്റെ മെറിറ്റ് എന്തൊക്കെയാണെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂണിറ്റ് 18 പഠിക്കും. അതായത് ന്യൂ പെർസ്പെക്ടീവ്, ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണ്, ഈ മിനോബ്രോ കോൺഫറൻസിൽ എന്തൊക്കെയാണ് സംസാരിച്ചത്, ഏതൊക്കെ തിങ്കേഴ്സ് ആണ് പങ്കെടുത്തത്, ആരാണ് നേതൃത്വം കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 18 നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പിന്നെ ഈ നമ്മളിപ്പോ LPG കാലഘട്ടം കഴിഞ്ഞപ്പോ കൂടുതലും ഇപ്പൊ ഈ ഗ്ലോബലൈസേഷൻ ഒക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് പബ്ലിക് ചോയ്സ് ആണ്. അത് ഗവൺമെന്റ് ഒരു നയങ്ങൾ വെക്കുന്നതിന് പകരം പബ്ലിക്കിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഗവൺമെന്റ് നയങ്ങളും തീരുമാനങ്ങളും എടുക്കാൻ തുടങ്ങി. അതായത് ഈ റേഷണാലിറ്റിയും എക്കണോമിക് അനാലിസിസും ഒക്കെ കൂടുതൽ എന്താ പറയാ കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നു. ഈ റേഷണാലിറ്റി ഓഫ് ഇൻഡിവിജ്വലിസം, അതായത് വ്യക്തികളുടെ ആവശ്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഇൻഡിവിജ്വലിസം കൂടുതൽ വളർന്നു വന്നത് ഈ ന്യൂ പെർസ്പെക്റ്റീവ് കാലഘട്ടത്തിലാണ്, അത് 1990 കാലഘട്ടത്തിലാണ്. അപ്പൊ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ 19ാമത്തെ യൂണിറ്റിലാണ്. ഈ പെർസ്പെക്റ്റീവ് ഓഫ് പബ്ലിക് ചോയ്സ് എന്താ പറയുക, മെത്തഡോളജിക്കൽ ഇൻഡിവിജ്വലിസം, റേഷണാലിറ്റി, എക്കണോമിക് അനാലിസിസ് ഓഫ് പൊളിറ്റിക്സ്, ഇതൊക്കെ നമ്മളിത് പഠിക്കുന്നുണ്ട്. പിന്നെ പബ്ലിക് ചോയ്സ് അപ്രോച്ചിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ന്യൂ പെർസ്പെക്റ്റീവ് കാര്യങ്ങളൊക്കെ യൂണിറ്റ് 19ലാണ് പഠിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് 20 പറയുന്നത് ഈ ക്രിട്ടിക്കൽ തിയറിയുടെ ആവശ്യകത അല്ലെങ്കിൽ പ്രസക്തിയാണ്. അതായത് ഇതിന്റെ ഒരു ക്രിട്ടിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ കൺസെപ്റ്റ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്തത്, ഈ ക്രിട്ടിക്സ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്തത്, എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്, ഈ ക്രിട്ടിക്കൽ തിയറിയും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ക്രിട്ടിക്കൽ തിയറിയുടെ ആവശ്യകതയും പ്രസക്തി. അതായത് യൂണിറ്റ് 20 എന്നുള്ളത് നമുക്കാണെങ്കിൽ മൊത്തമായിട്ട് ഈ സെമസ്റ്ററിനെ മൊത്തമായിട്ട് നമ്മൾ പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല ഈ ക്രിട്ടിക്കൽ തിയറി എന്താണ്, ക്രിട്ടിക്കൽ തിയറിയുടെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ എല്ലാ തിയറിക്കും ക്രിട്ടിക്സ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഡൗട്ട് വരാം. കാരണം നമ്മൾ എന്ത് പഠിക്കുമ്പോൾ എന്താണ് ക്രിട്ടിക്സ് കാണാറുണ്ട്. അപ്പൊ ക്രിട്ടിക്സിന്റെ ആവശ്യം എന്താണ്, ഇത് എന്താണ് ഇതിന് എന്താ പറയാ ഈ തിയറിക്ക് നൽകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സംശയമുണ്ടാവും. അപ്പൊ ഈ യൂണിറ്റ് 20 പെർഫോമൻസ് ഓഫ് ക്രിട്ടിക്കൽ തിയറി എന്ന യൂണിറ്റില് നമ്മൾ ഈ ക്രിട്ടിക്കൽ തിയറി കാര്യങ്ങൾ, അതായത് ക്യാരക്ടർസ് എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ ആവശ്യകത, ഇതിലൊക്കെ എന്തൊക്കെയാ എങ്ങനെയാണ് ക്രിട്ടിക്സ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് 20 പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു മൊത്തം സെമസ്റ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ് 20 എന്ന് പറയുന്നത്.
പിന്നെ നേരത്തെ പറഞ്ഞ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് പേഴ്സ്പെക്ടീവ്, അതായത് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് സാലറി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇമ്പാക്ടുകൾ എന്തൊക്കെയാണ്, റിഫോംസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പബ്ലിക് മാനേജ്മെന്റും. അതായത് NPM NPA രണ്ടും ഏകദേശം സിമിലർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല, രണ്ടാണ്. എക്സാംസിൽ നമ്മൾ പലപ്പോഴായിട്ട് കൺഫ്യൂഷൻസ് ആക്കുന്ന ചോദ്യം ചോദിക്കാറുണ്ട്, എന്താണ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ്, ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും യൂണിറ്റ് 21 കാരണം അവസാനത്തെ ചാപ്റ്ററിലാണ് ഇതൊക്കെ. അപ്പൊ ഇതിന്റെ സാലറി ഫീച്ചേഴ്സും ഇമ്പാക്ടും കാര്യങ്ങളൊക്കെ യൂണിറ്റ് 21 പഠിക്കുന്നുണ്ട്. എന്താണ് ന്യൂ പബ്ലിക് മാനേജ്മെന്റും ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വിശദമായിട്ട് നമ്മൾ സംസാരിക്കാം. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ സ്റ്റേറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ഇൻ 21st സെഞ്ചുറി, അതായത് ഈ നവീന യുഗത്തിൽ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയുടെ ആവശ്യകത, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സ്റ്റേറ്റിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ചേഞ്ചിങ് നേച്ചർ ഓഫ് പബ്ലിക് സർവീസ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ പീപ്പിൾ ചോയ്സ് ആയി, അതുപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് ഈ സർവീസ് ഓറിയന്റഡ് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ഈ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ തിയറിന്റെ ഡൈനാമിക് എങ്ങനെയുണ്ട്, അങ്ങനെ മൊത്തം കാര്യം നമ്മൾ ഇതിന്റെ ബാധിക്കുന്ന 21st സെഞ്ചുറിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ 22ാമത്തെ യൂണിറ്റിൽ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. നമുക്ക് കൃത്യമായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, ഇപ്പോ ഈ സ്റ്റഡി മെറ്റീരിയൽ അപ്പുറം നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നുള്ള കാര്യങ്ങൾ എഴുതാൻ നമുക്ക് ഈ ഒരു പേപ്പറിൽ ഉപയോഗിക്കാം. അതായത് ഇപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും 21st സെഞ്ചുറിയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ ഓരോരുത്തരും വ്യൂ പോയിന്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അവരവരുടെ വ്യൂ പോയിന്റ് അനുസരിച്ചിട്ട് എന്നാൽ പേപ്പറിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഡൈനാമിക് സാധനങ്ങൾ ഈ ചാപ്റ്ററിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ മൊത്തം കാര്യങ്ങൾ പഠിക്കും ഈ 21st സെഞ്ചുറിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയുടെ കാര്യം വന്നിട്ട് നമ്മൾ മൊത്തം കാര്യങ്ങൾ നമ്മൾ 22 യൂണിറ്റിൽ പഠിക്കും. ഇപ്പൊ 22ാമത്തെ യൂണിറ്റിൽ പഠിക്കും. അപ്പൊ സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി എന്ന പേപ്പറിൽ പഠിക്കാനുണ്ട്. ഓക്കെ, 22 യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ എങ്കിലും 22 യൂണിറ്റ് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചു തീർക്കുമെന്ന് പറയുകയാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇത്രയുള്ള യൂണിറ്റിൽ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്ന് മനസ്സിലായി ഞാൻ കരുതുന്നു. അപ്പോ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോ പേപ്പറിന്റെ കോഡ് മറക്കണ്ട, NPA 012 ആണ്. 22 യൂണിറ്റ് ആണുള്ളത്. ഓക്കെ, ഓരോ യൂണിറ്റിൽ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഫിംഗേഴ്സ് പറയുന്നുണ്ട്, തിയറീസ് പറയുന്നുണ്ട്, അതിനൊപ്പം അപ്രോച്ചസ് പറയുന്നുണ്ട്, കമ്പാരിസൺ പഠിക്കുന്നുണ്ട്. ഇതുപോലത്തെ മൊത്തം കാര്യങ്ങൾ നമ്മൾ ഏതിൽ പഠിക്കുന്നുണ്ട്, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തിയറി എന്ന പേപ്പറിൽ പഠിക്കുന്നുണ്ട്. എന്തായാലും ഒരു ടെൻഷനും വേണ്ട, നമ്മൾ കൃത്യമായിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഉദാഹരണ സഹിതം നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ദിവസത്തിൽ തന്നെ പുതിയൊരു യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.